ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ, നിങ്ങളുടെ പ്രിയപ്പെട്ട ഷോസ് കാണൂ. മാപ്പ് തരണം. ഒരു ജന്മം കൊണ്ട് അത് പരിഹരിക്കാനുള്ള അവകാശം എനിക്ക് തരണം. അവൻ നിന്നെ കാത്തിരുന്നില്ലേ? ചെയ്തു പോയ തെറ്റിന് പ്രായശ്ചിത്തം ചെയ്യാന്ന് തീരുമാനിച്ചില്ലേ? നോക്ക്, ഞാനും അമ്മയും എത്രയോ തവണ നിന്നോട് പറഞ്ഞിട്ടുണ്ട്, എത്രയോ തവണ വഴക്കടിച്ചിട്ടുണ്ട്. നിനക്കൊരു വിവാഹം ഉണ്ടാവാൻ വേണ്ടി പെണ്ണ് കാണൽ വരെ നടത്തിയതല്ലേ? അവിടെയൊക്കെ എന്തോ ഒരു തടസ്സം വന്നു. ആ തടസ്സത്തിന്റെ അർത്ഥം നിത്യേച്ചിക്ക് ഇപ്പോഴാ മനസ്സിലായത് മോളെ. ഇങ്ങനെ ഒരാൾ വരാനുള്ള കാരണം കൊണ്ട്. നിത്യേച്ചി, പക്ഷെ എനിക്കെന്തോ ഇപ്പോഴും ഉള്ളിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളാ. അന്ന് എന്തൊക്കെ നടന്നു, എന്തൊക്കെ സംഭവിച്ചു എന്ന് എനിക്ക് ഓർമ്മയില്ലല്ലോ. മോളെ, അതിനൊക്കെയുള്ള ഉത്തരം കൊണ്ടല്ലേ മനു വന്നത്. ഇതൊക്കെ നിന്റെ നല്ലതിനു വേണ്ടിയാ. എന്താ നിത്യ അവള് പറയുന്നത്? അവള് പെട്ടെന്ന് ഇതൊക്കെ വിശ്വസിക്കാൻ പറ്റാതെ മോളെ, ഏട്ടന് വേണമെങ്കിലും മനുവിനോട് പോയി ബഹളം വയ്ക്കായിരുന്നു. അവനെ തല്ലുകയോ കൊല്ലുകയോ ചെയ്യായിരുന്നു. പക്ഷേ അങ്ങനൊരു പ്രതികാരം തീർത്തതുകൊണ്ട് നിനക്കൊരു ജീവിതം ഉണ്ടാവില്ലല്ലോ. അതാ ഏട്ടൻ ചിന്തിച്ചത്. ഏട്ടൻ്റെ ചിന്തകളിൽ മാറ്റം വന്ന നിമിഷം മുതൽ നിങ്ങളോടൊക്കെ എങ്ങനെ പ്രായശ്ചിത്തം ചെയ്യാം, നിങ്ങൾക്ക് വേണ്ടി എന്തൊക്കെ ചെയ്യാമെന്ന് ഏട്ടൻ ചിന്തിക്കുന്നു. മോളെ ഇക്കാര്യത്തിൽ വേറൊന്നും ചിന്തിക്കണ്ട. അവൻ നിന്നെ പൊന്നുപോലെ നോക്കിക്കോളും. നീ ഇരിക്കേ. അവൻ നല്ലവനാ മോളെ. ഏട്ടനെ കൊണ്ടത് തിരിച്ചറിയാൻ പറ്റാതെ പോയി. ഞാൻ അവനോട് ദേഷ്യപ്പെട്ടിട്ടുണ്ട്. ഞാൻ അവനെ തല്ലാൻ പിടിച്ചിട്ടുണ്ട്. അന്നൊക്കെ ഏട്ടൻ മനുഷ്യനായിരുന്നില്ലല്ലോ, ഒരു മൃഗമായിരുന്നല്ലേ. അമ്മയും അച്ഛനും ബാക്കി എല്ലാവരും കൂടി തീരുമാനമെടുത്ത എന്റെ മോളത് സമ്മതിക്കണം. കേട്ടല്ലോ? നിങ്ങൾക്ക് എല്ലാവർക്കും നീ ഏട്ടനുണ്ട്. മോള് വിശ്വസിച്ചോ? ചിരിച്ചേ. എന്താണ്?
ജ്യോതിക്ക് മനുവിനോടൊപ്പം ജീവിക്കാൻ സമ്മതോ? അവള് വല്ലാത്തൊരു കൺഫ്യൂഷനില്ല. അതുണ്ടാവുമല്ലോ. അമ്മ എന്തെങ്കിലും ഉണ്ടായിരിക്കുന്നേ? ഓ, അച്ഛനില്ലാതെ ഒരു തീരുമാനം എടുക്കാൻ പോകുന്നതിനെ കുറിച്ചാണോ? അച്ഛനിതറിഞ്ഞ സന്തോഷിക്കല്ലേ ഉള്ളൂ അമ്മ. ജ്യോതി, ജീവിതം എന്നെ വലിയ വലിയ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ട്. അതൊക്കെ ഞാൻ ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ടെന്നാ എൻ്റെ സഹപ്രവർത്തകർ പറയുന്നേ. പക്ഷേ അവരങ്ങനെ പറയുമ്പോഴൊക്കെ എൻ്റെ ഉള്ളിൽ ഒരു ശൂന്യത കടന്നിരുന്നു. അത് നിന്നോട് ഞാൻ ചെയ്തു പോയ തെറ്റിൻ്റെ. ജ്യോതി, മാപ്പ് തരണം. ഒരു ജന്മം കൊണ്ട് അത് പരിഹരിക്കാനുള്ള അവകാശം എനിക്ക് തരണം.